പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത്. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10 കോടി രൂപയുടെ മാനനഷ്ടത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ, 10 കോടി രൂപ. എന്തിനാണ്? അൻസിബ ലക്ഷ്മിപ്രിയ മീഡിയയ്ക്ക് മുന്നിൽ വലിച്ചിട്ടു, ലക്ഷ്മിപ്രിയയെ അപകീർത്തിപ്പെടുത്തു, കൊച്ചു കുട്ടിയെ പോലും വലിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മീഡിയയ്ക്ക് മുന്നിൽ അൻസിബ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പം തുറന്ന യുദ്ധവുമായിട്ട് ലക്ഷ്മിപ്രിയ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ അൻസിബ എന്ന് പറയുന്നതും ഒരു സ്ത്രീയാണ്, അതും ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ മാനനഷ്ടത്തിന് എവിടെയായിരിക്കും പരാതി കൊടുക്കേണ്ടത്? ലക്ഷ്മിപ്രിയ ഇപ്പം ചെയ്യുന്നതും അൻസിബ അന്ന് ചെയ്തതും ഒരേ കാര്യം തന്നെയല്ലേ? അന്ന് അൻസിബ വന്ന് മീഡിയയ്ക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്തു, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇപ്പം ലക്ഷ്മിപ്രിയയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ലക്ഷ്മിപ്രിയ ഇത്രയധികം കടന്ന് ഈ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തിനാ? ഇപ്പം ലക്ഷ്മിപ്രിയ അൻസിബയെ ആക്ഷേപിച്ചുകൊണ്ടല്ലേ ഈ സംസാരിക്കുന്നത്. അപ്പം അൻസിബ ചെയ്ത തെറ്റെന്താണ്? തന്നെ 3 മണിക്കൂർ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അന്ന് ലക്ഷ്മിപ്രിയ വരാതെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ലക്ഷ്മിപ്രിയ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം ഫസ്റ്റിലെ കേസിലേക്ക് കൊണ്ടുപോയത് ആദ്യം ആരാണ്? ലക്ഷ്മിപ്രിയ അല്ലേ? അൻസിബ അല്ലല്ലോ ആദ്യം പരാതിയുമായിട്ട് ചെന്നത്. ആദ്യം പരാതി കൊടുത്തത് ലക്ഷ്മിപ്രിയ. നിങ്ങൾ തമ്മിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാമായിരുന്നു, ഫോണിൽ ആ കുട്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, വീട്ടിൽ പോയി സംസാരിക്കാമല്ലോ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടന AMMA, അമ്മയെന്ന് പറയുന്നില്ല, AMMA, ഈ സംഘടനയിൽ നിങ്ങൾക്ക് വാശി പിടിക്കാമായിരുന്നു. എനിക്കിത് സംസാരിച്ചേ പറ്റൂ, ഇതിവിടം കൊണ്ട് തീർക്കണം എന്ന് ലക്ഷ്മിപ്രിയയ്ക്ക് പറയാമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ നിങ്ങൾക്ക് നേരെ അവരുടെ വീട്ടിൽ ചെല്ലാമായിരുന്നു, അൻസിബയുടെ വീട്ടിൽ ചെല്ലാമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാമായിരുന്നു. ഇതൊന്നും ലക്ഷ്മിപ്രിയ ചെയ്തില്ല. ലക്ഷ്മിപ്രിയാണ് ആദ്യം കേസുമായിട്ട് പോയതും 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ച് ഈ കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതും 2 വട്ടം എന്തോ കൊണ്ടുവന്നു, 2 വട്ടം എന്തോ പോലീസ് സ്റ്റേഷനിൽ വരേണ്ടി വന്നു. അങ്ങനെ ഇരുത്തിയതും ഒക്കെ ചെയ്തത് ആരാ? ആദ്യം പരാതിയുമായിട്ട് ചെന്നത് ലക്ഷ്മിപ്രിയാണ്. അപ്പോൾ അതിനെതിരെ അവർ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് തുറന്ന് സംസാരിച്ചു. അപ്പം അവർക്ക് അവരുടെ വാദം പറയണ്ടേ? പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്ക് നീതി കിട്ടാത്തത് കൊണ്ടാണ് അവർ മീഡിയയ്ക്ക് മുന്നിൽ അവരുടെ മനസ്സ് തുറന്നത്. പല വോയിസുകളും പുറത്ത് വിടേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നീതി ലക്ഷ്മിപ്രിയയ്ക്ക് മാത്രമല്ല വേണ്ട, അൻസിബയ്ക്കും വേണം. കോടതിയെ സമീപിച്ചോട്ടെ. പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എൻ്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എൻ്റെ മകൾക്ക് ഏകദേശം എൻ്റെ പൊക്കമുണ്ട്, എൻ്റെ പൊക്കമുള്ള എൻ്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SIയുടെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെ. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടെ വന്ന് മീഡിയയ്ക്ക് മുന്നിൽ മീഡിയക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളിപ്പം ആ പെൺകുട്ടിയെയും ആക്ഷേപിക്കുകയാണ്. 10 കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്, കേസ് കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പം നിങ്ങൾ പറയുന്നത്. ഈ അടുത്ത സമയത്ത് വേറൊരു 10 ലക്ഷത്തിൻ്റെ ഒരു കഥ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ തിരക്കഥ ചെയ്തു കൊടുക്കുക, സിനിമയുടെ തിരക്കഥ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 10 ലക്ഷം രൂപ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തിരക്കഥ നിങ്ങൾ കൊടുത്തില്ല എന്നും പറഞ്ഞ് ആരോപണമായിട്ട് ഒരു വോയിസ് റെക്കോർഡും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല.
അതും ഒരു മാനനഷ്ടത്തിൽ വരുന്നതാണ്. അതും നമ്മളെ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ കേസുമായിട്ട് പോയില്ല? എന്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നില്ല? ഇപ്പം നിങ്ങൾ കേസ് കൊടുത്ത് 3 മണിക്കൂർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തിയ ഒരു പെൺകുട്ടി അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാത്തതിൻ്റെ പേരിൽ, മീഡിയയ്ക്ക് മുന്നിൽ അവർ മനസ്സ് തുറന്നതിൻ്റെ പേരിൽ അവർക്ക് 10 കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? നീതി ന്യായമൊക്കെ ഒരാൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണോ? ആണോ? അല്ല, അവർക്കും വേണ്ടേ നീതി, അവർക്കും വേണ്ടേ ന്യായം? ഒരാളുടെ ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ. അപ്പോൾ അൻസിബ പ്രതികരിച്ചിട്ടില്ല. ഈ സംഭവം ഇപ്പോഴാണ് ലക്ഷ്മിപ്രിയ മീഡിയക്കാരെ വിളിച്ചിട്ട് ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അൻസിബ കൊടുത്ത ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ ഈ അടുത്ത സമയത്ത് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻസിബ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല, അതുകൊണ്ട് കേസെടുക്കാൻ നിവൃത്തിയില്ലാത്രേ. അപ്പോൾ അൻസിബ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല, അൻസിബയ്ക്ക് ഈ ലക്ഷ്മിപ്രിയക്കെതിരെ പോലീസുകാർക്ക് കേസെടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത്രയധികം ശക്തിയോടുകൂടി ലക്ഷ്മിപ്രിയ ഈ മീഡിയക്കാരെ വിളിച്ചുകൂട്ടി ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതും. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇതെന്താണ് കൂത്ത്? ഒരാളുടെ ഭാഗം മാത്രം ന്യായം നീതിയൊക്കെ ഉള്ളോ? ഈ അൻസിബയ്ക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ലേ? നീതിയും ന്യായവും ഒന്നും ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം മീഡിയയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നതിൽ രണ്ടുപേർക്കും പങ്കുണ്ട്. രണ്ടുപേരും ഒരേ രീതിയിൽ പങ്കാളികളാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ സംഘടനയിൽ പോലും നിർത്താതെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പബ്ലിക്കിൽ ഇത്രയധികം വിവാദമാക്കിയിട്ട് ഇപ്പോൾ 10 കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു തള്ള് വന്ന് മീഡിയയിൽ നിന്ന് തള്ളുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചിരിയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അൻസിബയുടെ പരാതിക്ക് കഴമ്പില്ല എന്ന് പറഞ്ഞത്? ഈ റെക്കോർഡുകൾ കേട്ടിട്ടോ? എന്തുകൊണ്ടാണ് അൻസിബയ്ക്ക് നീതി കിട്ടാത്തത്? ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തില്ല എങ്കിൽ അതിന് മറുവശമുണ്ട്, വേറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലാതെയും നമുക്ക് പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അത് അൻസിബയ്ക്കും ആകും. അപ്പം അൻസിബയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ഇങ്ങനെ ഈ മീഡിയയ്ക്ക് മുന്നിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സംഭവം അൻസിബയ്ക്കും നേരെ കൊടുക്കാം. നിങ്ങളിപ്പോൾ 10 കോടി പറഞ്ഞു, വേണമെങ്കിൽ അൻസിബയ്ക്ക് ഒരു 20 കോടി മാനനഷ്ടത്തിന് അൻസിബയ്ക്കും കൊടുക്കാം. 3 മണിക്കൂർ ഒരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തി വെയിറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ അൻസിബയ്ക്ക് കൊടുത്ത പരാതി, ആദ്യം തന്നെ കൊടുത്ത പരാതിയുടെ പകർപ്പ് അൻസിബയുടെ കയ്യിലുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് അൻസിബയ്ക്കും മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, ലീഗലി അൻസിബയ്ക്കും പോകാവുന്നതേ ഉള്ളൂ. ഈ AMMA എന്ന് പറയുന്ന സംഘടന ശരിക്കും കഴിവില്ലാത്തവർ നയിച്ചിട്ടാണ് ഈ രീതിയിൽ ഇത്രയധികം തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ കൊണ്ടുവന്നത്. പലരും പറഞ്ഞു തുടങ്ങി, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന, അമ്മ എന്ന് പേര് ചേർത്ത് വിളിക്കല്ലേ, നമ്മുടെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു അമ്മ എന്ന് പറയല്ലേ, കാരണം അതിനുള്ള യോഗ്യത ആ സംഘടനയ്ക്കില്ല. പല സ്ത്രീകളും നീതി കിട്ടാതെ, ന്യായം കിട്ടാതെ സ്ത്രീകൾ ഇറങ്ങിപ്പോയി. പക്ഷേ ഇന്നും അൻസിബയ്ക്ക് അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അൻസിബ മാത്രമല്ല, ആ സംഘടനയിൽ നിന്നും മറ്റൊരു ജീവനക്കാരിയും കൂടെ രാജിവെച്ച് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു അധോലോക കേന്ദ്രമായിട്ടിരിക്കുകയാണ് ഈ AMMA എന്ന് പറയുന്ന സംഘടന. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. കാരണം അവിടെയുള്ളവർക്ക് നീതി ന്യായം ഒന്നുമില്ല, അവരുടെ അഭിമാനത്തെ വരെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഘടന എന്തിനാണ്? അതിലുള്ള അംഗങ്ങൾക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അവർക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ ആ സംഘടന ഒട്ടും ആലോചിക്കാതെ പിരിച്ചുവിടുക, അതാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഒരാളുടെ ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ. അപ്പോൾ അൻസിബ എന്തായാലും പ്രതികരിച്ചിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അൻസിബ എന്തായാലും ഉടനെ തന്നെ അൻസിബയുടെ പ്രതികരണം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.